എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യട്ടെ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഇതിന്റെ ട്രെയിലർ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു, പക്ഷെ ഇത് ഫിലിം ഒരു ഇമോഷണൽ ജേണിയാണ് ഡേവിഡിന്റെ. പക്ഷെ ഇത് പ്രേക്ഷകർക്ക് മിസ്ലീഡ് തോന്നുന്നു. ആ ഇമോഷണൽ ജേണി മോശമാണോ? അല്ല, കണ്ടതാണോ സിനിമ? കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നിയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുറക്കും മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരളിരിക്കുന്ന കഥ ഹാസ്യത്തിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല, ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട കളറൊക്കെ ഇതില്ലേ, അതിന്റെ ഒപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഞാനാണോ ഈ അച്ഛനുണ്ട് ഈ ഇൻഡസ്ട്രി അച്ഛനുണ്ട് എല്ലാം എന്നോടാണല്ലോ ചോദിക്കുന്നത്. ഞാൻ മറ്റേ ഗുരുവായൂരപ്പനൊക്കെ പ്രമോഷൻ ഉടനെ അവരോട് ചോദിച്ചു. കാര്യം ഞാൻ ഈ പേര് പറഞ്ഞിട്ട് വേണം അവങ്ങളെ വിളിച്ചു വന്ന് എന്റെ വെറുതെ പറഞ്ഞാട്ടോ. ഞാനായിട്ട് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അവൻ തന്നെ ചെയ്യണ്ടല്ലേ. ഇനിയിപ്പോ ഞാൻ കണ്ടുപിടിച്ചു വന്നാൽ അത് തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടയിൽ ചെന്ന് പയ്യനെ കേട്ടിട്ടുണ്ട് ഞാനൊന്നും പറയില്ല, ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം ഞാൻ പഠിച്ചിട്ട് എന്നെ തള്ളി കുളിക്കാം എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. അല്ലാതെ ഞാൻ ബേസിൽ പറയുന്നത് 10 സെക്കൻഡ് വീഡിയോ വരും. അവരങ്ങനെയാണ്, ടീം ടോട്ടലാണ്. അവരൊരു കളിച്ചിന്റെ പോലെയാണ്. പൊതുവേ എന്ന് പറഞ്ഞാല് 100 days അടിക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ ഇത്ര ദിവസം എത്ര കോടി അടിക്കുക എന്നുള്ള ട്രാക്കാണ്. ഈ സിനിമയ്ക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ്? ഒരിക്കലും നമ്മള് കോടിക്ക് വേണ്ടിട്ടല്ലോ പണം നല്ലാൻ വേണ്ടി ചെയ്യണം. പണം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ വരും. നടികളുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു തല്ലുമാലയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് തന്നെ സൗബിക്ക് ഓൾറെഡി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രത്തിൽ ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. സൗബിക്ക് എന്റെ അടുത്തിന്റെ കഥയൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഇപ്പൊ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ കാണുമ്പോൾ ഈ സിനിമയുടെ മഞ്ഞുകളുടെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. കാര്യം അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ്, ജീന അവിടെയാണ് ഡയറക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ലൊക്കേഷനിൽ ഇവരെ വിളിച്ചു. അവർ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ അവിടെ ഇവരെ എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവര് ഇപ്പൊ ചീരുണ്ട്, ഗണ്ണുണ്ട്, ബാലുണ്ട്, സൗകര്യമുണ്ട്, ജീനുണ്ട്, ഷൈജുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അന്ന് അവിടെ സെറ്റ് ഇട്ടിരുന്നത് അവര് കാലടി ബ്രോഡാണ്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് വിടുന്നത്. ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ അല്ല മലയാളം സിനിമ എന്ന് വരുന്നത്. അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ തോന്നിയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് കൊറോളാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുന്നു. അപ്പൊ അന്ന് പിറ്റേ ദിവസം അന്വേഷിച്ചിട്ട് കണ്ടു റിലീസായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊമോഷൻ പ്രസ് മീറ്റിനൊക്കെ ഞാൻ വന്ന് കയറുന്നു.
ഞാൻ കാണുന്നത് ഒരു വണ്ടി, എൻ്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. പ്രതീക്ഷയോടെ തെറ്റിച്ചില്ല. അത് വളരെ ഗംഭീരമായിട്ടല്ല സിനിമ അത് ഏറ്റവും വലിയ സക്സസ് നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുമുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ഞുമലത്ത് കുറെ ഫുട്ടേജ് ആണ് സൗകര്യമായി കണ്ടത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പായിട്ടായിരുന്നു സിനിമ രസമുള്ള സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കണക്ട് ചെയ്യാനും പറ്റുന്ന സിനിമയാണ്. അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സന്തോഷം. അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെ കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വലിയ ഒരു പരീക്ഷയുടെ പേപ്പർ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനത്തെ സമയത്ത് ഞാൻ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചുകൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ടും ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല രസമായിട്ട് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. രവി ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ചോദിക്കുകയാണ്, ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി, അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. ഒരു റെസ്പോൺസ് എടുത്തപ്പോൾ പറഞ്ഞ ടോവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അതെന്നുള്ളത്. ശരിക്കും ടോവിയുടെ ഒരു കരിയർ ബ്രേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ടോവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണോ അത്? തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അറിയില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പ് ഡയറക്ടറായിട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പൊ നമ്മള് വലിയ ആളുകളൊക്കെ കമലഹാസൻ കണ്ടപ്പോൾ ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷമൊക്കെ ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാകുമ്പോൾ തന്നെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അവരെന്തിനും ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര എന്താ പറയുക പ്രശ്നമില്ലാതെ അത്യാവശ്യം വൃത്തിയായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒന്നുള്ള ഒരു അവകാശവാദങ്ങളില്ല. എല്ലാവരോടും വർക്കൗട്ട് എടുത്ത് വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും പ്ലീസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ല.